ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രിലിംസ് ലെവലിലുള്ള ക്ലറിക്കൽ പ്രിലിംസ് ലെവലിലുള്ള എക്സാമിന് കോണ്ട് സെക്ഷനിൽ മാക്സിമം അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി വീഡിയോ ആണ് കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ ഗൈഡ്ലിയുടെ സെക്ഷണൽ മോക്കാണ് എടുത്തിരിക്കുന്നത്. കോണ്ടിൻ്റെ രണ്ടാമത്തെ സെക്ഷണൽ മോക്കാണ്. നമുക്കറിയാമല്ലോ, കോണ്ട് സെക്ഷൻ വരുമ്പോൾ 35 ക്വസ്റ്റ്യൻ 35 മാർക്ക് 20 മിനിറ്റിനാണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തേക്കുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു ഈസി ടു മോഡറേറ്റ് ലെവലിലുള്ളൊരു ഒരു സെക്ഷണൽ മോക്കായിരുന്നു. കുറച്ചുകൂടി ഈസി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 28 to 30 ഒക്കെ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കോണ്ടിൻ്റെ സെക്ഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആദ്യം വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ആദ്യം എനിക്ക് സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സിംപ്ലിഫിക്കേഷനാണ് വന്നെങ്കിൽ വേറെ ഒന്നും നോക്കാനില്ല. എത്ര സിംപ്ലിഫിക്കേഷൻ നമ്മൾ ആദ്യം കാണുന്നോ അത്രയും അങ്ങ് ചെയ്ത് പോവുക കേട്ടോ. ഇതിലിപ്പോൾ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി ഏതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് ആദ്യം നോക്കിയില്ല. ആ 10 സിംപ്ലിഫിക്കേഷനും ആദ്യം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു DI ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു DI ഞാൻ വന്നപ്പോഴത്തേക്കും മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത് ആ ഒരു 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. അതും എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസിൽ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തു. ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ടൊന്നും വായിക്കാൻ നിന്നില്ല. മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് പോയിട്ട് അടുത്ത് ഏത് ക്വസ്റ്റ്യനാണ് വരുന്നത് നമുക്കിനിയും ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ക്വാഡ്രാറ്റിക് വരുന്നത്, അല്ലെങ്കിൽ മിസ്സിംഗ് നമ്പേഴ്സൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ നമ്മൾ ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് വന്നതിന് ശേഷം മിസ്സിംഗ് നമ്പർ കണ്ടു. അതിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മിസ്സിംഗ് നമ്പറും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതും ആദ്യം കൊടുത്തു. മിസ്സിംഗ് നമ്പറിൽ 5 ക്വസ്റ്റ്യനും കൊടുത്തതിന് ശേഷം വീണ്ടും ലാസ്റ്റ് നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു 5 സിംപ്ലിഫിക്കേഷൻ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ റീൽ എക്സാമിന് പോകുമ്പോഴും അരിത്തമെറ്റിക് മൊത്തത്തിൽ സെക്ഷൻ അരിത്തമെറ്റിക്കിൽ മാത്രം ഒരു 10 കണ്ടിന്യൂസ് ആയിട്ട്, സിംപ്ലിഫിക്കേഷൻ 10 കണ്ടിന്യൂസ് ആയിട്ടല്ല നമുക്ക് വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇരുന്നായിരിക്കും നമുക്ക് വരുന്നത്. ഇതിലിപ്പോൾ ലാസ്റ്റ് 5 സിംപ്ലിഫിക്കേഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ 35 ക്വസ്റ്റ്യൻസും അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിംപ്ലിഫിക്കേഷനും മിസ്സിംഗ് നമ്പേഴ്സൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഞാൻ DI ആയിരുന്നു എടുത്തത്. ആദ്യം നമ്മൾ കണ്ട DI മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ DIയിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം മാർക്ക് ഫോർ റിവ്യൂ കൊടുത്ത് ബാക്കി നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി. അതാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് 5 ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു DI പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു DI എടുത്തിട്ട് ആ DIയിൽ 5 ക്വസ്റ്റ്യൻ ചെയ്തു. ഇത് അത്യാവശ്യം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളൊരു DI ആയിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ ചെയ്തത്. ആദ്യം നമ്മളില്ലേ സിംപ്ലിഫിക്കേഷനും മിസ്സിംഗ് നമ്പറും ക്വാഡ്രാറ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള DI ചെയ്യാനാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർ അരിത്തമെറ്റിക്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും, ഒരു 25-30 സെക്കൻഡിനുള്ളിൽ അരിത്തമെറ്റിക് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അരിത്തമെറ്റിക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് DI ചെയ്താലും മതി. ഞാനെപ്പോഴും DI ചെയ്തതിന് ശേഷമാണ് അരിത്തമെറ്റിക്കിലോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ എനിക്ക് ഒരുപാട് അരിത്തമെറ്റിക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൽ അത്യാവശ്യം DI അത്യാവശ്യം കുറച്ചൊന്ന് കാൽക്കുലേറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കോണ്ട് സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കോണ്ട് സെക്ഷൻ്റെ സ്കോർ 15 to 20 വരെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോളോ ആക്കി നോക്കുക കേട്ടോ. അതായത് ആദ്യം സിംപ്ലിഫിക്കേഷനും അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അരിത്തമെറ്റിക്കിലോട്ട് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ചേഞ്ച് മാർക്കിൽ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കി നോക്കും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 സിംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 സിംപ്ലിഫിക്കേഷൻ അതിനകത്ത് ഭയങ്കര ടഫായിരിക്കും. അതായത് കുറേ കാൽക്കുലേറ്റീവ് ആയിരിക്കും, നമുക്ക് ഒരു 1-1.5 മിനിറ്റ് എടുക്കും ചിലപ്പോൾ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കേട്ടോ. കാരണം ഒത്തിരി സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 30-40 സെക്കൻഡിനുള്ളിൽ ചിലപ്പോൾ ഒരു അരിത്തമെറ്റിക് ചെയ്യാൻ പറ്റിയാലോ. അതുപോലെ തന്നെ DIയുടെ കാര്യം പറയുകയാണെങ്കിൽ DIക്കകത്ത് 5 ക്വസ്റ്റ്യൻ വരും. സം ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും അതിനകത്തും ഭയങ്കര ചിലപ്പോൾ കാൽക്കുലേറ്റീവായിട്ട് നമുക്ക് കാണും. മൊത്തത്തിലുള്ള മെയിലിൻ്റെയും മൊത്തത്തിലുള്ള ഫീമെയിലിൻ്റെയും കണ്ടുപിടിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് അതിന് കുറച്ച് ടൈം എടുക്കുന്ന പോലത്തെ ക്വസ്റ്റ്യനാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും, സമയം ഉണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് അറ്റംപ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. അതിനകത്ത് ഞാൻ ഡെയിലി ഉള്ള എഡിറ്റോറിയലും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഫ്രീ PDFs ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള PDFസും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടെലഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ സംസാരിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.